ഹായ് ഓൾ വെൽക്കം ടു മൈ ക്ലാസ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എടുക്കാൻ പോകുന്നത് ക്ലാസ് 5 സോഷ്യൽ സയൻസിലെ 7th ചാപ്റ്ററാണ് കേട്ടോ. ഓൾറെഡി ഈ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഞാനിടുന്ന വീഡിയോസൊക്കെ പാർട്ടായിട്ടാണ് ഇടാറുള്ളത്. സോ നമ്മുടെ ചാനലിൽ കയറിയിട്ട് ക്ലാസ് 5 സോഷ്യൽ സയൻസ് എന്നുള്ള പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റും. ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം, ഫസ്റ്റ് ഭാഗം കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അടുത്തത് നമ്മൾ എയർ ട്രാൻസ്പോർട്ട് മുതലാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ബാക്കിയുള്ള ട്രാൻസ്പോർട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ജേക്സ് Montgolfier was the owner of the paper factory in France. Jake's wife lit a fire under the hung wet clothes to dry them quickly. അപ്പോൾ തുണികൾ ഉണങ്ങാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, അടിയിലൊരു തീ ഇട്ട് കൊടുത്തു എന്നാണ് പറയുന്നത്. He was surprised to see that clothes that laid out to dry were flying up in the sky. The sight made Jake think a lot. He had no rest for the next few days. Together with his brother Joseph Montgolfier, Jake made a giant balloon. The hot air-filled balloon rose up in the air, surprising them. After that, they placed a basket in the lower part of the balloon, and the chickens and ducks from his house were made to fly. Then Jake and Joseph flew over the city of Paris in the balloon vehicle for half an hour. അപ്പോൾ ആ ഒരു ബലൂൺ വെഹിക്കിൾ ക്രിയേറ്റ് ചെയ്തിട്ട് അവർ ഫ്ലൈ ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ മെയിനായിട്ട് വന്നിട്ടില്ല. ഹോപ്പ് യു റീഡ് ദ നോട്ട്. ദിസ് ഇൻസിഡൻറ്റ് ഓഫ് 1783 മാർക്ക്ഡ് ദ ബിഗിനിങ് ഓഫ് ഏവിയേഷൻ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഏവിയേഷൻ സ്റ്റാർട്ട് ചെയ്തത്. ബലൂൺസ് ഫില്ലഡ് വിത്ത് ഹോട്ട് എയർ വെർ ഫസ്റ്റ് യൂസ്ഡ് ബൈ ഹ്യൂമൻസ് ഫോർ ഏരിയൽ ട്രാവൽ. അപ്പോൾ ആദ്യം നമ്മൾ എയറിലൂടെയുള്ള ട്രാവലിന് വേണ്ടി നമ്മൾ ആദ്യം യൂസ് ചെയ്തത് എന്താണ്, ബലൂണാണ് യൂസ് ചെയ്തത്. ലേറ്റർ എയർഷിപ്സ് വെർ ബിൽഡ് ബൈ ഫില്ലിംഗ് ലാർജ് ബലൂൺസ് വിത്ത് ഗ്യാസസ് ഓഫ് ലോ ഡെൻസിറ്റി. പിന്നെ ഷിപ്സ് എല്ലാം ഉണ്ടാക്കാൻ തുടങ്ങി. എന്ത് ചെയ്യാണ്, ബലൂണിൽ നമ്മുടെ ലോ ഡെൻസിറ്റിയിലുള്ള ഗ്യാസസ് ഒക്കെ വെച്ചിട്ട്. ദെൻ പാരാച്യൂട്ട്സ് വെർ ഇൻവെൻറ്റഡ് ടു ഹെൽപ്പ് ഡീസെൻറ്റ് അറ്റ് എ ലോവർ സ്പീഡ്, ബട്ട് നൺ ഓഫ് ദീസ് കുഡ് ബി കൺവീനിയൻ്റ്ലി കൺട്രോൾഡ് ആൻഡ് യൂസ്ഡ് ബൈ ഹ്യൂമൻസ്. പിന്നെ അങ്ങനെ ഓരോന്നും ഉണ്ടാക്കാൻ തുടങ്ങി എന്നാണ് പറയുന്നത്. ആൻ എയറോപ്ലെയിൻ വിച്ച് ക്യാൻ ബി സെറ്റ് ടു ദ ഫസ്റ്റ് ടൈപ്പ് ഓഫ് ടു ഡോയ്സ് എയർപ്ലെയിൻ വാസ് ബിൽഡ് ബൈ അമേരിക്കൻ ബ്രദർ ഓർവെൽ റൈറ്റ് ആൻഡ് വിൽബർ റൈറ്റ്. അതായത് റൈറ്റ് ബ്രദേഴ്സ് എന്നാണ് നമ്മൾ അറിയപ്പെടുക അല്ലേ അവർ. അപ്പോൾ അവരാണ് എയറോപ്ലെയിൻ ഉണ്ടാക്കിയത്. ദ നെയിം ഓഫ് ദ പ്ലെയിൻ ദേ ബിൽഡ് വാസ് ഫ്ലയർ 1. ഫ്ലയർ 1 ടുക്ക് ഓഫ് ഓൺ ഡിസംബർ 17, 1903 ഫ്രം നോർത്ത് കരോലിന, USA. അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ ആദ്യമായിട്ട് പ്ലെയിൻ പറപ്പിച്ച് തുടങ്ങിയത്. അപ്പോൾ അവരുടെ ഫിഗറാണ് കേട്ടോ, പിക്ചേഴ്സാണ് കൊടുത്തിട്ടുള്ളത്, മനസ്സിലായോ. ഇൻ ഡ്യൂ course, humans were able to build helicopters, jet planes, passenger planes and supersonic aircraft. ഇന്ന് നമുക്ക് ഇതൊക്കെ അവൈലബിൾ ആണ്. എയർ ട്രാവൽ ഈസ് എ വെരി യൂസ്ഫുൾ മോഡ് ഓഫ് ട്രാവൽ ഫോർ ലോങ് ഡിസ്റ്റൻസ് വിത്തിൻ ആൻഡ് ഔട്ട്സൈഡ് ദ കൺട്രി. നമുക്ക് കുറേ ദൂരത്തേക്ക് പോകണമെങ്കിലൊക്കെ നമ്മൾ എയറോപ്ലെയിനിലാണ് പോവുക, വേറെ എസ്പെഷ്യലി വേറെ കൺട്രീസിലൊക്കെ അല്ലേ. ഇറ്റ് ഈസ് ആൾസോ ദ ഫാസ്റ്റസ്റ്റ് മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് അറ്റ് പ്രസൻറ്റ്. അപ്പോൾ ഇന്നുള്ളതിൽ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള ട്രാൻസ്പോർട്ടാണ് നമ്മൾ എയർ ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത്. ദ എയർ ട്രാൻസ്പോർട്ട് സിസ്റ്റം ഈസ് ആൾസോ വൈഡ്ലി യൂസ്ഡ് ഫോർ മിലിറ്ററി പർപ്പസിന് വേണ്ടിയിട്ടും അത് യൂസ് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് അടുത്ത് പറയാനുള്ളത് എയർ ട്രാൻസ്പോർട്ട് ഇൻ ഇന്ത്യ ആണ് കേട്ടോ. എയർ ട്രാൻസ്പോർട്ട് ഇൻ ഇന്ത്യ സ്റ്റാർട്ടഡ് വിത്ത് ദ ഡോൺ ഓഫ് 20th century. 20th centuryയിലാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇൻ 1911 എ പ്ലെയിൻ ക്യാരിയിങ് ലെറ്റേഴ്സ് ടുക്ക് ഓഫ് ഫ്രം അലഹബാദാബാദ് ടു നൈനി, which is only to 10 kilometer away, marking the beginning of air transport in India. അപ്പോൾ അങ്ങനെ എയർ ട്രാൻസ്പോർട്ട് സ്റ്റാർട്ട് ചെയ്തു ഇന്ത്യയിൽ. In 1912 the first international flight to and from India was operated from London to Karachi and from there to Delhi. അപ്പോൾ ഇന്റർനാഷണൽ ഫ്ലൈറ്റ് ലണ്ടനിൽ നിന്ന് എവിടേക്കായിരുന്നു, കറാച്ചിക്കായിരുന്നു കേട്ടോ. ഇന്ത്യസ് ഫസ്റ്റ് കൊമേഴ്ഷ്യൽ എയർലൈൻ ടാറ്റ എയർലൈൻസ് operated its first service from Karachi to Mumbai in 1932. അപ്പോൾ കറാച്ചി ടു മുംബൈയിലായിരുന്നു ഫസ്റ്റ് സർവീസ്. ഇന്ത്യസ് ഫസ്റ്റ് എയർപോർട്ട് വാസ് എസ്റ്റാബ്ലിഷ്ഡ് അറ്റ് ജുഹു, മുംബൈ. അപ്പോൾ ഇന്ത്യയിലെ ഫസ്റ്റ് എയർപോർട്ട് എവിടെയാണ്, മുംബൈയിലാണ് കേട്ടോ. ടുഡേ ഇന്ത്യ ഹാസ് ബിക്കം വൺ ഓഫ് ദ കൺട്രീസ് വിത്ത് ദ മോസ്റ്റ് എക്സ്റ്റെൻസീവ് എയർ ട്രാൻസ്പോർട്ട് നെറ്റ്വർക്ക് ഇൻ ദ വേൾഡ്. അപ്പോൾ ഇന്ത്യയിൽ ഇന്ന് എന്താ നല്ല രീതിക്ക് തന്നെയുള്ള എയർ ട്രാൻസ്പോർട്ട് സിസ്റ്റം ഉണ്ട് എന്നാണ് പറയുന്നത്. ഒബ്സർവ് ദ ട്രാൻസ്പോർട്ട് മാപ്പ് ഓഫ് കേരള അറ്റ് ദി എൻഡ് ഓഫ് ദിസ് ചാപ്റ്റർ. അപ്പോൾ ഈ ചാപ്റ്ററിൻ്റെ
ആൻസറിൻ്റെ അവസാനം നോക്കാനാണ് പറയുന്നത്. റൈറ്റ് ദി നെയിംസ് ഓഫ് ദ ഡിസ്ട്രിക്റ്റ് വെർ ഇൻ്റർനാഷണൽ എയർപോർട്ട് ഓഫ് കേരള ആർ ലൊക്കേറ്റഡ്. അപ്പോൾ ഇൻ്റർനാഷണൽ എയർപോർട്ടുള്ള ഡിസ്ട്രിക്ട്സ് നോട്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പോൾ അഡ്വാൻറ്റേജസ് ഓഫ് എയർപോർട്ട് നോക്ക്. ഏറ്റവും ഫസ്റ്റ് പോയിന്റ് വന്നിട്ട് ഫാസ്റ്റസ്റ്റ് മോഡ് ഓഫ് ട്രാൻസ്പോർട്ടാണ്. നമുക്ക് ഏറ്റവും സ്പീഡിൽ തന്നെ എത്താൻ വേണ്ടി പറ്റൂലേ, വേഗം. കണക്ട് കൺട്രീസ് ഓഫ് ഡിഫറെൻറ്റ് കോണ്ടിനെൻറ്റ്സ് ആൻഡ് മേക്ക് ദ എർത്ത് എ ഗ്ലോബൽ വില്ലേജ്. നമുക്ക് വേറൊരു കോണ്ടിനെൻറ്റ്സിലേക്ക് പോകാൻ, അവിടെയുള്ള കൺട്രീസിലൊക്കെ പോകാൻ വേണ്ടി നമുക്ക് ഈസി ആയിട്ട് ഇതിൽ പോകാൻ പറ്റും. യൂസ്ഡ് ഫോർ നാഷണൽ ഡിഫൻസ് സർവീസ്, നാഷണൽ ഡിഫൻസ് സർവീസിനും യൂസ് ചെയ്യുന്നുണ്ട്. അടുത്തത് എയർ പൊല്യൂഷൻ, സ്കൂൾസ് ആൻഡ് കോളേജസ് ക്ലോസ്ഡ് ഇൻ ഡൽഹി. അപ്പോൾ എയർ പൊല്യൂഷൻ കാരണം സ്കൂളും അതുപോലെ തന്നെ കോളേജും ഡൽഹിയിൽ എന്ത് ചെയ്തു, അടച്ചു എന്നാണ് പറയുന്നത്. ന്യൂ ഡൽഹി ആസ് എയർ പൊല്യൂഷൻ കണ്ടിന്യൂസ് ടു വേഴ്സൺ, സ്കൂൾസ് ആൻഡ് കോളേജസ് ഇൻ ഡൽഹി വിൽ റിമെയിൻ ക്ലോസ്ഡ് അണ്ടിൽ ഫർദർ നോട്ടീസ്. ദ ബാൻ ഓൺ കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ് ഹാസ് ആൾസോ ബീൻ എക്സ്റ്റെൻഡഡ്. അപ്പോൾ കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ് ഉള്ള കാരണം നമ്മൾ എന്ത് ചെയ്യാണ്, എക്സ്റ്റെൻഡ് ചെയ്തേക്കാണ്. ദ ഗവൺമെൻറ് ഹാസ് അഡ്വൈസ്ഡ് എംപ്ലോയീസ് ടു അവോയ്ഡ് പ്രൈവറ്റ് വെഹിക്കിൾസ് ആൻഡ് യൂസ് പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം. അപ്പോൾ ഗവൺമെൻറ് പറയും പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം, അതായത് ബസ് അങ്ങനത്തെ ഒക്കെ യൂസ് ചെയ്യുക, സ്വന്തമായിട്ടുള്ള വണ്ടികളൊക്കെ ഒന്ന് കുറയ്ക്കുക. കാരണം നമ്മൾ ഓരോരുത്തരും സ്വന്തമായിട്ടുള്ള വണ്ടികൾ എടുക്കുകയാണെങ്കിൽ അവിടെ വണ്ടികളുടെ എണ്ണം കൂടും, അപ്പോൾ പൊല്യൂഷനും കൂടും. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഹാവൻറ്റ് യു നോട്ടീസ് ദിസ് ന്യൂസ്? വൈ ഹാവ് ദ എംപ്ലോയീസ് ബീൻ അഡ്വൈസ്ഡ് ടു അവോയ്ഡ് പ്രൈവറ്റ് വെഹിക്കിൾസ് ആൻഡ് യൂസ് പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം? അപ്പോൾ ഞാൻ പറഞ്ഞൂലേ അതിൻ്റെ ആൻസർ. അപ്പോൾ നമ്മൾ ഇൻഡിവിജ്വലായിട്ട് എന്ത് ചെയ്യാണ്, ഓരോരുത്തരും ഓരോ വണ്ടി എടുക്കുകയാണെങ്കിൽ വണ്ടികളുടെ എണ്ണം കൂടും, അപ്പോൾ അതിലുണ്ടാവുന്ന പൊല്യൂഷൻ്റെ അളവും കൂടും. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് കേട്ടോ. വാട്ട് ആർ ദ കോൺസിക്വൻസസ് ഓഫ് ആൻ ഇൻക്രീസ്ഡ് നമ്പർ ഓഫ് വെഹിക്കിൾസ്? അപ്പോൾ ഈ വെഹിക്കിൾസ് ഉണ്ടാവാനുള്ള കാരണം എന്താ, വെഹിക്കിൾസ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ. അപ്പോൾ ഇൻക്രീസ് ട്രാഫിക് കൺജഷൻ, ട്രാഫിക് കൂടും, അതുപോലെ തന്നെ എയർ പൊല്യൂഷൻ കൂടും, നോയ്സ് പൊല്യൂഷൻ കൂടും, ഹെൽത്ത് പ്രോബ്ലംസ് വരും, ഹൈ ട്രാഫിക് ആക്സിഡൻസ് ക്രിയേറ്റ് ചെയ്യും, ലിമിറ്റഡ് പാർക്കിംഗ് സ്പേസ്, റെഡ്യൂസ് സേഫ്റ്റി ഫോർ പെഡസ്ട്രിയൻസ് ആൻഡ് ബൈസിക്ലിസ്റ്റ്. അപ്പോൾ എക്സ്ട്രാ പോയിന്റ് ഞാൻ ആഡ് ചെയ്യാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുത്ത് എഴുതിക്കും. 2 എണ്ണമാണ് എക്സ്ട്രാ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഓർഗനൈസ് എ ഡിസ്കഷൻ ഇൻ ദ ക്ലാസ് ആൻഡ് പ്രിപ്പയർ നോട്ട് ഓൺ ദി നീഡ് ടു യൂസ് പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം. അപ്പോൾ നമ്മളോട് ഒരു നോട്ട് ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്ത്, പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം നമ്മൾ യൂസ് ചെയ്യണതിൻ്റെ നീഡൊക്കെ മനസ്സിലാക്കിയിട്ട് ഒരു ഷോർട്ട് നോട്ട്. അപ്പോൾ അത് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ്, പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം നമ്മൾ കുറച്ചും കൂടി യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിന് എയർ പൊല്യൂഷനും നോയ്സ് പൊല്യൂഷനും ഒക്കെ കുറയ്ക്കാൻ പറ്റും. ബിക്കോസ് നമ്മൾ എന്താ പറയുക, പ്രൈവറ്റ് ആയിട്ടുള്ള വണ്ടികൾ നമ്മൾ കുറയ്ക്കുകയാണ്, അപ്പോൾ നമ്പർ ഓഫ് വെഹിക്കിൾസ് കുറയും. അപ്പോൾ അതിൽ നിന്ന് ഇതുപോലത്തെ ഈ പോയിൻ്റൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് പറയാം, ആക്സിഡൻസ് കുറയും, അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, ട്രാഫിക് കൺജഷൻസ് കുറയും. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവും എന്നാണ് പറയുന്നത്. അടുത്ത് നമുക്ക് പഠിക്കാൻ, അപ്പോൾ നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ എന്നുള്ള ഭാഗം കഴിഞ്ഞു ഈ ചാപ്റ്ററിൽ. പിന്നെ വേറെ ഒരെണ്ണുള്ളതാണ് കമ്മ്യൂണിക്കേഷൻ കേട്ടോ. അപ്പോൾ അടുത്തത് നമുക്കറിയാം, നമുക്കൊരു വാർത്ത മറ്റൊരാളിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ അതെന്താ, കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ് വഴിയേ പറ്റുള്ളൂ. സോ കമ്മ്യൂണിക്കേഷൻ ഈസ് ദ ട്രാൻസ്ഫർ ഓഫ് ഇൻഫർമേഷൻ ഫ്രം വൺ പ്ലേസ് ടു അനദർ പേഴ്സൺ ഇൻ അനദർ പ്ലേസ് ഓർ പേഴ്സൺ. Since ancient times, humans have developed different means of communication according to their needs. അപ്പോൾ പണ്ട് കാലത്ത് ഹ്യൂമൻസ് എന്ത് ചെയ്തിട്ടുണ്ട്, കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് പല രീതികളും ചെയ്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നത്, കോൺവെർസേഷൻ വഴി, റൈറ്റിങ്സ് കൈമാറിയിട്ട്, അല്ലെങ്കിൽ പിന്നെ കുറച്ചും കൂടി ഇതായപ്പോൾ എന്ത് വന്നു, ഫോൺ വന്നു കേട്ടോ. So next, how could one person communicate an idea to another at a time when there were no languages, symbols or writing? അപ്പോൾ ലാംഗ്വേജും സിമ്പിൾസും റൈറ്റിങ്സും ഒന്നുമില്ലാതെ എങ്ങനെ ഒരാൾ എന്ത് ചെയ്യും, നമ്മുടെ കാര്യങ്ങളെ എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഗസ്റ്റേഴ്സ് വഴി, അതുപോലെ സ്പെസിഫിക് നമ്മൾ ഒരു ശബ്ദങ്ങളൊക്കെ ഉണ്ടാക്കിയില്ലേ, അങ്ങനെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാമെന്നാണ് പറയുന്നത്. ആക്ട് ഔട്ട് എ മൈം അബൌട്ട്, മൈം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, അവിടെ സൗണ്ട് കാര്യങ്ങളൊന്നും ഇല്ല, ആക്ഷൻസ് ആണ്. അബൌട്ട് കമ്മ്യൂണിക്കേഷൻ ഇൻ വേരിയസ് സിറ്റുവേഷൻ, ഹണ്ടിങ്, ഫിഷിങ്, ട്രേഡിങ്, ട്രാവൽ. അപ്പോൾ ഇതൊക്കെ സൂചിപ്പിക്കുന്ന ഒരു മൈം നിങ്ങളോട്
ആക്റ്റീവ് ചെയ്യാൻ പറയാണ്. ആക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിക്കാം കേട്ടോ. അപ്പോൾ അടുത്തത് ഏർലി ഹ്യൂമൻസ് എക്സ്പ്രസ്ഡ് ദെയർ ഐഡിയാസ് ത്രൂ ബോഡി ആൻഡ് ഫേഷ്യൽ മൂവ്മെൻറ്റ്സ് ആൻഡ് സൗണ്ട്സ്. അപ്പോൾ പണ്ട് കാലത്ത് ഇതുപോലെ സൗണ്ട് ഉണ്ടാക്കിയിട്ടും നമ്മൾ ആംഗ്യങ്ങൾ കാണിച്ചിട്ടൊക്കെയാണ് നമ്മുടെ ഐഡിയാസൊക്കെ എക്സ്പ്രസ് ചെയ്തിരുന്നത്. ലേറ്റർ ദ യൂസ്ഡ് ഫയർ ആൻഡ് സ്മോക്ക് ആസ് സൈൻ ടു കമ്മ്യൂണിക്കേറ്റ് ഐഡിയ ടു ദോസ് അറ്റ് ഡിസ്റ്റൻറ്റ് പ്ലേസസ്. പണ്ട് കാലത്ത് നമ്മൾ ഈ ഇവിടെ നിന്ന് തീ ഇങ്ങനെ കത്തിച്ചിട്ട് ഇങ്ങനെ കാണിച്ചാൽ അവിടെ ആളുണ്ട് അല്ലെങ്കിൽ അവർ വരുന്നുണ്ട് അങ്ങനെയൊക്കെ മനസ്സിലാവുന്ന രീതികളുണ്ടായിരുന്നു. അടുത്തത് ഹിസ്റ്റോറിയൻസ് ഒപ്പൈൻ ദാറ്റ് ഹ്യൂമൻ സ്റ്റാർട്ടഡ് യൂസിങ് സിംബൽസ് അബൌട്ട് 3000 years ago. അപ്പോൾ അത്രയും 30,000 കേട്ടോ. അപ്പോൾ അത്രയും കാലം മുന്നേ എന്ത് ചെയ്തിരുന്നു ഹ്യൂമൻസ് സിംബൽസ് ആണ് ഇതുപോലെ യൂസ് ചെയ്തിരുന്നത്. അടുത്തത് പെയിൻറ്റിങ് ഓൺ ദ വാൾസ് ഓഫ് കേവ്സ് ഇൻ ആൻഷ്യൻ ടൈംസ് ആർ എക്സാമ്പിൾസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഡ്യൂറിങ് ദാറ്റ് എറ. അപ്പോൾ പണ്ട് കാലത്ത് നമ്മൾ പെയിൻറ്റിങ് വരച്ചിട്ടാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നത്. സിംബൽസ് ആൻഡ് പിക്ചേഴ്സ് വെർ യൂസ് ടു എക്സ്പ്രസ് ഐഡിയാസ്. അപ്പോൾ അന്നുണ്ടായിരുന്ന സിംബൽസും പിക്ചേഴ്സും ഐഡിയാസ് എക്സ്പ്രസ് ചെയ്യാൻ യൂസ് ചെയ്തിരുന്നു. ലേറ്റർ ദ ഡെവലപ്ഡ് സ്ക്രിപ്റ്റ്സ് ആൻഡ് റൈറ്റിംഗ്. പിന്നെ അവർ എന്തുണ്ടാക്കാൻ തുടങ്ങി സ്ക്രിപ്റ്റ്സും റൈറ്റിങ്സും ഒക്കെ കൊടുക്കാൻ തുടങ്ങി. ഇറ്റ് ഈസ് അസ്യൂംഡ് ദാറ്റ് ഹ്യൂമൻസ് ഡെവലപ്ഡ് റൈറ്റിങ്സ് അബൌട്ട് 5,000 years ago. അപ്പോൾ ഹ്യൂമൻസ് എന്ത് ചെയ്യാണ് റൈറ്റിങ്സ് ഡെവലപ്പ് ചെയ്യുന്നത് 5,000 years ago ആണ്. ദ സമേറിയൻസ് വേർ ദ ഫസ്റ്റ് ടു ഡെവലപ്പ് റൈറ്റിംഗ്. അപ്പോൾ ഏറ്റവും ആദ്യം റൈറ്റിങ്സ് ഡെവലപ്പ് ചെയ്തവരാണ് സമേറിയൻസ് എന്ന് പറയുന്നത് കേട്ടോ. ദിസ് സ്ക്രിപ്റ്റ് ബിക്കം നോൺ ആസ് ക്യൂനിഫോം. അപ്പോൾ ആ സ്ക്രിപ്റ്റിനെയാണ് ക്യൂനിഫോം. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, വൺ വേർഡൊക്കെ ആയിട്ട് ചിലപ്പോൾ ചോദിക്കാം. ദീസ് വേർ റിട്ടൺ ഓൺ ക്ലേ ടാബ്ലറ്റ്സ്. അപ്പോൾ നമുക്ക് ആ ചിത്രം തന്നെ കൊടുത്തിട്ടുണ്ട് അല്ലേ, ക്ലേ ടാബ്ലറ്റ്സിലാണ് എഴുതിയിരുന്നത്. ലൈക്ക് വൈസ് ഹീറോഗ്ലിഫിക്സ് ഈസ് അനദർ സ്ക്രിപ്റ്റ് ഫോർമുലേറ്റഡ് ഇൻ ഈജിപ്ത്. അപ്പോൾ ഈജിപ്തിലുള്ള ഒരു സ്ക്രിപ്റ്റിൻ്റെ പേരാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ക്യൂനിഫോം സ്ക്രിപ്റ്റും അതുപോലെ ഹീറോഗ്ലിഫിക് സ്ക്രിപ്റ്റും കേട്ടോ. അപ്പോൾ അത് നോക്കുക. ഗിവൺ ബിലോ ആർ ദ സ്ക്രിപ്റ്റ് യൂസ്ഡ് ഇൻ ഡിഫറെൻറ്റ് എറാസ് ടു കൺവേ ന്യൂസ് ആൻഡ് മെസ്സേജസ്. അപ്പോൾ ന്യൂസും മെസ്സേജസും ഒക്കെ കൺവേ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു ഇമേജ് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ അത് ഏതിലാണ് എഴുതിയിട്ടുള്ളത്, സ്റ്റോൺമലാണ്. അപ്പോൾ റൈറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തിട്ടുള്ളത് ഒരു ഷാർപ്പ് സ്റ്റോൺ ആണ് കേട്ടോ. അതുപോലെ തന്നെ സെക്കൻഡ് കോപ്പർ പ്ലേറ്റിലാണ് എഴുതിയിട്ടുള്ളത്. മെറ്റൽ സ്റ്റൈലസ് യൂസ് ചെയ്തിട്ടാണ് അത് എഴുതിയിട്ടുള്ളത്. പിന്നെ പാം ലീവ്സ് ആണ് സ്റ്റൈലസ് ഓർ നാരയം, അതാണ് അതിൽ എഴുതാൻ വേണ്ടി യൂസ് ചെയ്തിട്ടുള്ളത്. വാട്ട് ആർ ദ മീൻസ് യൂസ്ഡ് ടു കൺവേ ന്യൂസ് ആൻഡ് മെസ്സേജസ് നൗ എ ഡേയ്സ്. അപ്പം ന്യൂസും മെസ്സേജസും ഒക്കെ കൺവേ ചെയ്യാൻ ഇപ്പോൾ എന്താണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? നമ്മൾ ടി വിയിൽ കൂടെ, സോഷ്യൽ മീഡിയ, ഫോണിൽ കൂടെ, ഇതൊക്കെ കൂടെയാണ് നമ്മൾ പല കാര്യങ്ങളും നമ്മളിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ ആ പോയിൻറ്റ്സ് അവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് എഴുതാം കേട്ടോ. In the early days, horses, dogs and birds were used to carry news and message from one place to another. Image depicted here is one of the means of communication used by kings in ancient times to convey news and messages to the public. അപ്പോൾ ചിത്രത്തിൽ നമ്മൾ പഴയ രാജാക്കന്മാരെ അവർക്കുള്ള വാർത്തകളും ന്യൂസുകളും ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ് ആ ചിത്രത്തിൽ കൊടുത്തിട്ടുള്ളത്. വിത്ത് ദ ഇൻവെൻഷൻ ഓഫ് പ്രിൻറ്റിംഗ് പ്രസ് ദ ട്രാൻസ്മിഷൻ ഓഫ് ന്യൂസ് ആൻഡ് മെസ്സേജസ് ബിക്കം ഈസിയർ. പ്രിൻറ്റിംഗ് പ്രസ് ഇൻസ്റ്റാൾ ചെയ്ത് വന്നപ്പോൾ പിന്നെ നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് ആവശ്യമുള്ള മാറ്റർ പ്രിൻറ്റ് ചെയ്തിട്ട് അത് നോട്ടീസായിട്ടോ ആളുകളിലേക്ക് എത്തിക്കും. പ്രിൻറ്റിംഗ് ടെക്നോളജി വാസ് ഇൻവെൻറ്റഡ് ബൈ ദി ചൈനീസുകാരാണ് പ്രിൻറ്റിംഗ് ടെക്നോളജി ഇൻവെൻറ്റ് ചെയ്തത്. ഇൻ ദ ഏർലി ഡേയ്സ് പ്രിൻറ്റിംഗ് പ്രസ്സസ് വെർ ഓപ്പറേറ്റഡ് യൂസിങ് വുഡൻ ബ്ലോക്സ്. അപ്പോൾ പണ്ട് കാലത്ത് വുഡൻ ബ്ലോക്സ് യൂസ് ചെയ്തിട്ടാണ് പ്രിൻറ്റിംഗ് പ്രസ്സസ് ഒക്കെ ഓപ്പറേറ്റ് ചെയ്തിരുന്നത്. ലേറ്റർ ഗുട്ടൻബർഗ് എ ജർമ്മൻ ഇൻവെൻറ്റഡ് ദ അയൺ പ്രിൻറ്റിംഗ് പ്രസ്. പിന്നെ എന്ത് ചെയ്തു, ഒരു ജർമ്മൻസ് നമ്മുടെ അയൺ പ്രസ് എല്ലാം ഇൻവെൻറ്റ് ചെയ്തു. വിത്ത് ദ അഡ്വെൻറ്റ് ഓഫ് പ്രിൻറ്റിംഗ് ഐഡിയാസ് ആൻഡ് ന്യൂ ബിഗാൻ ടു സ്പ്രെഡ് ക്വിക്കിലി. അടുത്തത് ദ അറൈവൽ ഓഫ് ദി പോസ്റ്റൽ സിസ്റ്റം മെയ്ഡ് കമ്മ്യൂണിക്കേഷൻ ഫാസ്റ്റർ. പോസ്റ്റൽ സിസ്റ്റം വന്നതോടുകൂടി കമ്മ്യൂണിക്കേഷൻ ഒന്നും കൂടി ഫാസ്റ്ററായി. പ്രോഗ്രസ് ഇൻ, നമുക്ക് എന്തെങ്കിലും കത്തുകൾ അയക്കുക, അതൊക്കെയായിരുന്നു അന്നത്തെ കാര്യങ്ങൾ. പ്രോഗ്രസ് ഇൻ ട്രാൻസ്പോർട്ട് ഫെസിലിറ്റീസ് ആൾസോ ഇൻഫ്ലുവൻസ്ഡ് കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ ട്രാൻസ്പോർട്ടേഷനും നമ്മൾ ഈ ഒരു കാര്യത്തിൽ ഉപയോഗിക്കുന്നുണ്ട് അല്ലേ. നമുക്കൊരു
കത്ത് നമുക്കൊരു പോസ്റ്റ്മാൻ കൊണ്ടുവന്ന് തരുന്നത് എങ്ങനെയാണ്? അവർ അതിൻ്റേതായിട്ടുള്ള വെഹിക്കിൾസും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കും. ഓക്കെ, ദ പോസ്റ്റൽ സിസ്റ്റം ബിക്കം വൈഡ്ലി യൂസ് ടു കൺവേ ഐഡിയ, മെസ്സേജസ് ആൻഡ് ന്യൂസ്. അപ്പോൾ ഐഡിയാസും മെസ്സേജസും ന്യൂസും ഇതൊക്കെ വരുത്താൻ വേണ്ടിയിട്ട് നമ്മൾ പോസ്റ്റൽ സിസ്റ്റം നമ്മൾ യൂസ് ചെയ്തിരുന്നു. അഡ്വാൻസസ് ഇൻ സയൻസ് ആൻഡ് ടെക്നോളജി ഹാവ് പേവ്ഡ് ദ വേ ഫോർ ജൈൻറ്റ് leaps in communication. The invention of the internet and related service had brought revolutionary change in the field of communication. അപ്പോൾ ഇന്ന് നമ്മൾ ഇൻ്റർനെറ്റ് കണ്ടുപിടിച്ചു. അതെന്താണ്? അത് കുറച്ചും കൂടി ഫാസ്റ്റാണ്. ഇപ്പോൾ നമ്മൾ ഈ പഠിച്ച എല്ലാ കാര്യങ്ങളെക്കാളും ഒന്നും കൂടി ഫാസ്റ്റാണ് ഇൻ്റർനെറ്റ് അല്ലേ. നമുക്കൊരാൾക്ക് പണ്ട് കാലത്ത് ഒരു കത്ത് അയച്ചിട്ട് അത്രയും ദിവസം നമ്മൾ കാത്തിരിക്കണം നമുക്ക് എന്തെങ്കിലും മാറ്റർ പറയണമെന്നുണ്ടെങ്കിൽ. പക്ഷേ ഇന്ന് അങ്ങനെയല്ല, വീട്ടിലിരുന്ന് ജസ്റ്റ് ഒരു മെസ്സേജ് ഇട്ടാൽ മതി, ഓൺ ദ സ്പോട്ട് ആൾ ഡെലിവർ ആക്കും. ഓക്കെ, പ്രിപ്പയർ എ വീഡിയോ ഷോയിങ് ദ ചേഞ്ചസ് ഇൻ കമ്മ്യൂണിക്കേഷൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദി ടീച്ചർ. അപ്പോൾ ടീച്ചറുടെ ഹെൽപ്പോട് കൂടിയിട്ട് നിങ്ങളോടൊരു വീഡിയോ കമ്മ്യൂണിക്കേഷൻ എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നു എന്നൊക്കെയുള്ള ഒരു വീഡിയോ ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അടുത്തത് മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്. ന്യൂസ് ആൻഡ് മെസ്സേജസ് ആർ എക്സ്ചേഞ്ച്ഡ് മെയിൻലി ഇൻ 2 ways. അപ്പോൾ ന്യൂസും മെസ്സേജസും ഒക്കെ 2 ways ആയിട്ടാണ് എക്സ്ചേഞ്ച് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ ഇൻ്റർ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ, രണ്ടാമത്തത് മാസ് കമ്മ്യൂണിക്കേഷൻ കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോന്ന് എന്താണെന്ന് പഠിക്കാം. Interpersonal communication is the exchange of message or idea from one person to another. ഒരു പേഴ്സണിൽ മറ്റൊരു പേഴ്സണിലേക്ക് ഐഡിയാസ് ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഇൻ്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ദ ടൂൾ യൂസ്ഡ് ഫോർ ദി സെയിം ആർ കോൾഡ് ഇൻ്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ടൂൾസ്. അപ്പോൾ അതിന് വേണ്ടി യൂസ് ചെയ്യുന്ന ടൂൾസിനെയാണ് നമ്മൾ ഇൻ്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ടൂൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻലൻഡ്, ടെലഗ്രാഫ്, അതുപോലെ തന്നെ ടെലഫോണ്, ഫാക്സ് മെഷീൻ, ഇമെയിൽ, മൊബൈൽ ഫോണ്, ഇതൊക്കെ നമ്മൾ അതിൻ്റെ എക്സാമ്പിളാണ്. അടുത്തത് മാസ് കമ്മ്യൂണിക്കേഷൻ ആണ്. മാസ് കമ്മ്യൂണിക്കേഷൻ ഈസ് ദ ഡെലിവറി ഓഫ് മെസ്സേജ് ഓർ ഐഡിയ ടു എ ലാർജ് ജങ്ക് ഓഫ് പീപ്പിൾ. ഒരുപാട് പീപ്പിൾക്ക് നമുക്കൊരു മെസ്സേജ് ഒരുപാട് പീപ്പിളിലേക്ക് എത്തിക്കേണ്ട ഒരു ഇതാണ് മാസ് കമ്മ്യൂണിക്കേഷൻ വരുന്നത്. മാസ് മീഡിയ ആർ ദ മീഡിയ യൂസ്ഡ് ഫോർ ദിസ് പർപ്പസ്. അപ്പോൾ അതിന് വേണ്ടി യൂസ് ചെയ്യുന്ന മീഡിയനെയാണ് നമ്മൾ മാസ് മീഡിയ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ മാസ് കമ്മ്യൂണിക്കേഷൻ ടൂൾസ് പ്രധാനമായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ വാർത്തകൾ, ന്യൂസ്, കാര്യങ്ങൾ അതൊക്കെ നമ്മൾക്ക് എത്തിക്കുന്നത് നമുക്ക് ഒരാൾക്ക് വേണ്ടിയിട്ടാണോ അല്ല, ഒരുപാട് ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവർ എത്തിക്കുന്നത്. അപ്പോൾ അതൊക്കെ മാസ് കമ്മ്യൂണിക്കേഷനിൽ പെടും. അപ്പോൾ അതിൻ്റെ ടൂൾസ് വരുന്നത് ന്യൂസ് പേപ്പർ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഈ രണ്ടിൻ്റെയും ടൂൾസ് ന്യൂസ് പേപ്പർ, റേഡിയോ, ടെലിവിഷൻ, സെമിനാർ, പബ്ലിക് മീറ്റിംഗ്സ്, സ്ട്രീറ്റ് പ്ലേ കേട്ടോ. ഇൻ അഡീഷൻ ടു ദ എബവ് ഐഡിയാസ് ക്യാൻ ബി കമ്മ്യൂണിക്കേറ്റഡ് ടു എ ലാർജ് നമ്പർ ഓഫ് പീപ്പിൾ ത്രൂ ബുക്സ്, മാഗസീൻസ്, ആർട്ട് ഫോംസ്, മൂവീസ് ആൻഡ് സോഷ്യൽ മീഡിയ. ദ ഇൻ്റർനെറ്റ്, ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് ഇൻ്റർനെറ്റ് ബേസ്ഡ് അഡ്വാൻസ്ഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി. Internet is a network that connect computers all over the world. അപ്പോൾ ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത് നമ്മുടെ കമ്പ്യൂട്ടേഴ്സ് നമ്മളെല്ലാ ലോകത്തുള്ള എല്ലാവരുമായിട്ട് കണക്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. വി ഗെറ്റ് വേരിയസ് ടൈപ്സ് ഓഫ് ഇൻഫർമേഷൻ വിത്ത് ദി ഹെൽപ്പ് ഓഫ് ദി ഇൻ്റർനെറ്റ്. അപ്പോൾ ഇൻ്റർനെറ്റിലാണ് നമുക്ക് ഒരുപാട് ഡൗട്ട്സ് ക്ലിയർ ചെയ്യാം. ഇപ്പോൾ നമ്മൾ പഠിക്കേണ്ട കാര്യമാണെങ്കിൽ പോലും നമുക്ക് ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അതിൽ നിന്ന് കിട്ടും അല്ലേ. ബിലോ ആർ സം ഓഫ് ദി അഡ്വാൻസ്ഡ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ദാറ്റ് ആർ ബീയിങ് യൂസ്ഡ് വിത്ത് ദ പൊട്ടൻഷ്യൽ ഓഫ് ദി ഇൻ്റർനെറ്റ്. അപ്പോൾ നമുക്ക് ഓരോന്ന് നോക്കാം. ഫസ്റ്റ് വൺ വീഡിയോ കോൺഫറൻസിങ്. പീപ്പിൾ ഇൻ റിമോട്ട് പ്ലേസസ് ക്യാൻ വ്യൂ ആൻഡ് ടോക്ക് ആൻഡ് എക്സ്ചേഞ്ച് ഐഡിയാസ് വിത്ത് ദി ഹെൽപ്പ് ഓഫ് ദി കമ്പ്യൂട്ടർ. അപ്പോൾ കമ്പ്യൂട്ടറിൻ്റെ ഹെൽപ്പോട് കൂടി നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വീഡിയോ കോൾ വഴി കാണാൻ വേണ്ടി പറ്റും. അതിലൂടെ നമ്മുടെ ഐഡിയാസൊക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റും. അടുത്തത് ഇ കൊമേഴ്സ് ആണ്. ഇറ്റ് ഈസ് ദ സിസ്റ്റം ഓഫ് ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് യൂസിങ് ഇൻ്റർനെറ്റ്. ഇന്ന് ഒരുപാട് ഓൺലൈൻ മാർക്കറ്റ്, ഓൺലൈൻ ഷോപ്പിംഗ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ പണ്ടത്തെ പോലെ ഡയറക്റ്റ് ഷോപ്പിൽ പോയി വാങ്ങേണ്ട ആവശ്യം നമുക്കില്ല. നമുക്ക് എന്ത് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ജസ്റ്റ് അവരുടെ പ്ലാറ്റ്ഫോംസിൽ പോയി നോക്കുക, നമുക്ക് ഓൺലൈനായിട്ട് ബൈ ചെയ്യാം. അപ്പോൾ ഓക്കെ, അപ്പോൾ നമുക്ക് ബൈ ചെയ്യണമെങ്കിൽ ബൈ ചെയ്യാം, അതുപോലെ സെല്ല് ചെയ്യണമെങ്കിൽ അതും ചെയ്യാം. ഇന്ന് ഇമെയിൽ, ഇറ്റ് ഈസ് എ സിസ്റ്റം ഓഫ് സെൻഡിങ്, റിസീവിങ് ആൻഡ് കളക്ടിങ് മെസ്സേജ് യൂസിങ് ഇലക്ട്രോണിക് മീഡിയ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു മെസ്സേജ് കിട്ടുക അല്ലെങ്കിൽ
നമുക്ക് ഏതെങ്കിലും ഒരു ഇതിൽ നിന്ന് മെസ്സേജ് കിട്ടും, നമുക്കതൊരു ഇമെയിൽ ആയിട്ട് കിട്ടും. തിരിച്ച് നമുക്കും ഫോർമലായിട്ട് എന്ത് ചെയ്യാം, ഇമെയിൽസ് അയക്കാം കേട്ടോ. അടുത്തത് ടെലിമെഡിസിൻ ആണ്. യൂട്ടിലൈസിങ് ദ സർവീസസ് ഓഫ് എക്സ്പേർട്ട് ഡോക്ടേഴ്സ് അറ്റ് എ ഡിസ്റ്റൻസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി. നമുക്ക് എക്സ്പേർട്ട് ഡോക്ടേഴ്സിനൊക്കെ കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റൂലേ, ദൂരെയുള്ള. ഡിസ്കസ് ആൻഡ് പ്രിപ്പയർ നോട്ട് ഓൺ ദ ഇമ്പാക്റ്റ് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി ഇൻ അവർ ഡേ ടു ഡേ ലൈഫ്. അപ്പം നമ്മുടെ ഈ ഒരു അതായത് IT, ഇൻ്റർനെറ്റ് ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ വന്നേ പിന്നെ നമ്മുടെ ലൈഫിലുണ്ടായ ചേഞ്ചസ്, അത് നമ്മുടെ ലൈഫിനെ എങ്ങനെ ബാധിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു നോട്ട് ഏറ്റവും ആദ്യം, അപ്പോൾ ഞാൻ അതിൻ്റെ നോട്ട് ഇവിടെ കൊടുക്കാം. അപ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ പറയണതെന്ന് വെച്ചാൽ ഇതൊക്കെ വന്നതോടുകൂടി നമ്മുടെ പ്രോസസ്സൊക്കെ കുറച്ചും കൂടി സ്പീഡിയായി, നമുക്ക് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ചെയ്യാം, ദൂരെയുള്ള ആൾക്കാരെ കാണാൻ വേണ്ടി പറ്റും, നമുക്ക് നമ്മുടെ ഐഡിയാസ് ഷെയർ ചെയ്യാൻ പറ്റും, ബൈ ചെയ്യാൻ പറ്റും, സെൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങളാണ് അതിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് എഴുതിയെടുക്കാം. അടുത്തത് ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം പ്ലേ ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ഷേപ്പിംഗ് ദ മോഡേൺ സൊസൈറ്റി. അപ്പോൾ മോഡേൺ സൊസൈറ്റീനെ ഷേപ്പ് ചെയ്യുന്നതിൽ ട്രാൻസ്പോർട്ടും അതുപോലെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റവും ഒരു വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. ദ റാപ്പിഡ് ഗ്രോത്ത് ഓഫ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി പ്രൊവൈഡ്സ് ആൻ ഓപ്പർച്യൂണിറ്റി ഫോർ ദ പീപ്പിൾ ഓഫ് ദി വേൾഡ് ടു ഗെറ്റ് ടുഗദർ. അപ്പോൾ റാപ്പിഡ് ഗ്രോത്ത് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ത് ചെയ്യാൻ ആ പീപ്പിൾസിന് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുന്നുണ്ട്. അതുപോലെ മനുഷ്യന്മാർ വളർന്നുകൊണ്ടിരിക്കുക. ദിസ് മേക്സ് ദ വേൾഡ് ടു എ ഗ്ലോബൽ വില്ലേജ്. വി ക്യാൻ യൂസ് ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ടു ഹെൽപ്പ് ഫ്രണ്ട്ലി ഗാദറിങ് ആൻഡ് ടു ഫോസ്റ്റർ ഹ്യൂമൻ വാല്യൂസ് കേട്ടോ. അപ്പോൾ അവിടെ കേരളത്തിൻ്റെ ഒരു മാപ്പാണ് കൊടുത്തിട്ടുള്ളത് അല്ലേ. ഈ മാപ്പ് നോക്കിയിട്ട് നേരത്തെ നമ്മളോട് കേരളത്തിലുള്ള എയർപോർട്ട്സിൻ്റെ പേര് എഴുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ മാപ്പ് നേരത്തെ കാണിച്ചിട്ടുണ്ടാവില്ല, കാരണം അവരതിൽ പറയുന്നുണ്ട് ഈ ചാപ്റ്ററിൻ്റെ ലാസ്റ്റാണ് മാപ്പ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഏതൊക്കെയാണ് എയർപോർട്ട് വരിക? ഇൻ്റർനാഷണൽ എയർപോർട്ട് കണ്ണൂർ, പിന്നെ അതുപോലെ ഇൻ്റർനാഷണൽ എയർപോർട്ട് കോഴിക്കോട്, ഇൻ്റർനാഷണൽ എയർപോർട്ട് കൊച്ചി, അതുപോലെ ഇൻ്റർനാഷണൽ എയർപോർട്ട് തിരുവനന്തപുരം. അപ്പോൾ ഇത് 4 എണ്ണമാണ് നമ്മുടെ കേരളത്തിലെ എയർപോർട്ട്സ് എന്ന് പറയുന്നത് കേട്ടോ. അടുത്തത് നമ്മുടെ എക്സ്റ്റെൻഡഡ് ആക്ടിവിറ്റീസ് ആണ്. ഓർഗനൈസ് എ വിർച്വൽ വാട്ടർ ട്രാവൽ ആൻഡ് എയർ ട്രാവൽ വിത്ത് ദ ഹെൽപ്പ് ഓഫ് നിങ്ങളോട് വിർച്വൽ വാട്ടർ ട്രാവലും എയർ വാട്ടറും ഇതാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് എഴുതാനുള്ളതൊന്നല്ല. ഓർഗനൈസ് എ സെമിനാർ ഉണ്ടാക്കാം. അപ്പോൾ അത്രയാണ് നമ്മുടെ ചാപ്റ്റർ വരുന്നത്. അപ്പോൾ ട്രാൻസ്പോർട്ടേഷനും കമ്മ്യൂണിക്കേഷനും. അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ 3 എണ്ണം പഠിക്കാനുണ്ട്, അത് ഡീറ്റെയിൽ ആയിട്ട്. അപ്പോൾ അത് നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ കമ്മ്യൂണിക്കേഷൻ്റെ ഇമ്പോർട്ടൻസ്, ഇൻ്റർനെറ്റ് വന്നതോടുകൂടി അല്ല IT-യിൽ നമ്മുടെ ലൈഫിലുണ്ടായിട്ടുള്ള ചേഞ്ചസ്, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസൊക്കെ നമുക്ക് വരും. അതുപോലെ മാക്സിമം 1 വേർഡ്സ് കളക്ട് ചെയ്തിട്ട് എക്സാമിന് വേണ്ടിയിട്ട് നന്നായിട്ട് പഠിക്കുക കേട്ടോ. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഏതെങ്കിലും വീഡിയോസ് കാണണം എന്നുണ്ടെങ്കിൽ പലരും ചോദിക്കാറുണ്ട് അതെവിടെയെന്നുള്ളതൊക്കെ. അപ്പോൾ അത് നമ്മുടെ ചാനലിൽ കയറിയിട്ട് പ്ലേലിസ്റ്റ് ക്ലാസ് 5 സോഷ്യൽ സയൻസ് എന്ന് ചെക്ക് ചെയ്താൽ മതി. അതുപോലെ നിങ്ങൾക്ക് ബേസിക് സയൻസ് വീഡിയോസ് കാണണമെങ്കിൽ ക്ലാസ് 5 ബേസിക് സയൻസ് എന്നുള്ളത് പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് ചാപ്റ്റർ വൈസ് ഞാൻ എപ്പോഴും ഓർഡർ ആയിട്ടാണ് അപ്ലോഡ് ചെയ്യാറുള്ളത്. നിങ്ങൾക്കത് സ്ക്രോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏത് ചാപ്റ്ററാണോ വേണ്ടത് അതവിടെ കാണും കേട്ടോ. താങ്ക്